ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഗിഫ്റ്റ് തരാറുണ്ട്. ഇങ്ങനെ ഗ്ലാസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരും. അതിൽ അവർ പരസ്യം കാണലുണ്ട്. ഇത് കണ്ടില്ലേ, സഫ ജ്വല്ലറി പറഞ്ഞിട്ട് ഇതുപോലെ അവിടെ പരസ്യം ഉണ്ടാവാറുണ്ട്. ആ പരസ്യത്തിന് എങ്ങനെ കളയും? ചില ആളുകൾക്ക് ഇതിങ്ങനെ പരസ്യത്തോടെ കൊടുക്കണമല്ലേ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ കളയാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ചില ആളുകൾക്ക് ഇത് അറിയുണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് വേണ്ടത് ആകെ 3 കാര്യങ്ങളാണ്. അതിന് വിനാഗിരിയാണ്, സുർക്ക, കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഞാൻ അതിൽ ഈ കപ്പിലാട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ ഗ്ലാസ് ഇതിലേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത് വെച്ചാൽ ഈ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ കയ്യിലുള്ള സുർക്ക ഉണ്ടല്ലോ, ആ സുർക്ക ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഇപ്പോൾ ഇതിൻ്റെ എഴുത്ത് വരുന്നത് എവിടെയാണ്, ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുക. മിക്കവാറും മരുന്ന് അടിയിട്ടു, കാരണം ഇവിടെ തുടച്ചുപ്പം പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറോളം ഇങ്ങനെ ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താ ഇതിൻ്റെ റിസൾട്ട്. മാത്രം നമ്മൾ വെള്ളത്തിൽ ഇട്ടച്ച് ഇതുണ്ടാവും. ഇതിങ്ങനെ ആക്കിയാൽ നമുക്കിങ്ങനെ ആക്കിയാൽ പോകണില്ല. വെള്ളത്തിലിട്ടച്ച് ചെയ്യില്ല. ഈ വെള്ളത്തിലിട്ടച്ചത് മാറ്റം നോക്കാം നമുക്ക്. ഇത് നമ്മൾ സുർക്കയിലിട്ടച്ച് ഗ്ലാസ് ഇതാട്ടോ. അപ്പോൾ തന്നെ കുറച്ചൊക്കെ പോയിക്കുണ്ട് ഉണ്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ തന്നെ പോരും. ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിച്ചാൽ എന്താവും, നല്ല തുടച്ച് കഴിഞ്ഞ സാധനം പോരും കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ ഇങ്ങനത്തത് നമുക്കിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മായ്ക്കാൻ പറ്റും. ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഫുള്ളായിട്ട് പോയിക്കൊണ്ട് ചെറിയ കരട് പോലെ എന്തുകൊണ്ടല്ലേ, അതോടി പോകുന്നുണ്ട്. എങ്കിലും നമുക്ക് എന്താണ് ഇങ്ങനെ ചെയ്താൽ നമുക്കിത് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും. അപ്പോൾ അറിയുന്നവരെന്ത് ചെയ്യുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു.